ഇപ്പോൾ ഈ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയുന്നത്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇപ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം സ്പേസിലൊക്കെ ഭയങ്കര ക്വാളിറ്റി വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് DSLR എടുക്കുന്ന അങ്ങനത്തെ കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. നോർമലി ഫോൺ വെച്ചിട്ട് മറ്റേ സാധാ കണ്ടന്റ് ഹലോ ഗെയ്സ് ഇന്ന് വീട്ടിലാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ റീച്ച് വൈസ് നോക്കുമ്പോൾ നോർമൽ സാധാ കണ്ടന്റ് ചെയ്യുന്ന ചാനൽസിനാണ് മില്യൺസ് ഓഫ് റീച്ച് വരുന്നത്. മറ്റത് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് മറ്റേ സ്റ്റുഡിയോ ഫ്ലോറൊക്കെ സെറ്റ് ചെയ്ത് കുറേ എഡിറ്റിംഗ് ടീം കാണും. ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ആലിസ് ക്രിസ്റ്റയുടെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, ഭയങ്കര പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ചെയ്യുന്ന റീൽസിൽ പോയി നോക്കിയാൽ വ്യൂസ് ഇല്ല. പക്ഷേ നാച്ചുറലി ചെയ്യുന്ന കണ്ടന്റിന് വ്യൂസ് എപ്പോഴും കൂടുതലായിരിക്കും. ഇതിനെപ്പറ്റി എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേഴ്സണൽ ലൈഫ് ഇടാത്ത ഒരാളാണ് യൂട്യൂബിൽ. അങ്ങനെ എനിക്കിപ്പം വേണമെന്ന് വിചാരിച്ചാലും എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് അത് വീഡിയോ ഷൂട്ട് ചെയ്തിടാൻ ഒരു മൈൻഡ് എനിക്ക് ഉണ്ടാവില്ല. എനിക്ക് ആ മൊമെന്റ് എൻജോയ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ അങ്ങനെ ഇടാത്തത് കൊണ്ടാണ് എൻ്റെ ചാനൽ ഡൗൺ ആയിപ്പോയത്. എന്റെ പേഴ്സണൽ ലൈഫ് ഡേ ടു ഡേ കണ്ടന്റ് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് മനസ്സിലായത് അതെപ്പോഴും കറക്റ്റ്. പക്ഷെ എന്നാലും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള പ്രവണതയാണ് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു യൂട്യൂബ് സക്സസ്ഫുൾ ആവാനുള്ള കാര്യം. അല്ല, വലിയ ബ്രാൻഡ്സ് പോലും പറയണത് മറ്റേ ഭയങ്കര ഹൈ ക്വാളിറ്റി ചെയ്ത അവർക്ക് ഇതില്ല, വ്യൂസ് ഇല്ല. നിങ്ങൾ എത്ര നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്താൽ നമുക്ക് വ്യൂസ് അത്രയും കിട്ടും എന്നുള്ളതാണ്. ഞാനാണെങ്കിലും ഒരു പരിധി വരെ അത് ശരിയാണ്.